ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 സെപ്റ്റംബർ 13 ജെയ്സൺ കിം സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി നേരിട്ട് റിലീസിനെത്തിയ ഒരു ആക്ഷൻ കൊറിയൻ ചിത്രമാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ്. പ്രധാന കഥയെന്ന് പറയുന്നത് നമ്മുടെ നായകൻ ലീ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ബെൽറ്റ് തായ്ക്കൊണ്ട പഠിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പാർട്ട് ടൈം ഫുഡ് സപ്ലയർ ആയിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ഒരു ദിവസം അദ്ദേഹം സപ്ലൈ ചെയ്ത് വരുന്ന വഴിക്ക് ഒരു പോലീസ് ഓഫീസറും ഒരു ഗുണ്ടയുമായിട്ട് ഏറ്റുമുട്ടുന്നത് കണ്ടു. അതിനിടയിൽ ആ ഗുണ്ടയാണെങ്കിൽ ആ പോലീസ് ഓഫീസറിനെ മലർത്തിയടിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ നായകൻ കയറി ഇടപെട്ടതിന് ശേഷം ആ ഗുണ്ടയെ അങ്ങ് നൈസായിട്ട് അങ്ങ് മലർത്തിയടിക്കുകയും ആ പോലീസ് ഓഫീസറിനെ രക്ഷപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഒരു ഓഫർ എടുക്കുകയാണ്. 12 hours പാർട്ട് ടൈമായിട്ട് മാർഷൽ ആർട്സ് വ്യക്തികളെ പോലീസ് ഓഫീസറിൽ എടുക്കുകയാണെന്ന് പറയുകയുണ്ടായി. തനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയും അദ്ദേഹം എന്തോ കാര്യത്തിന് ജോയിൻ ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിന് ആ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ത്രില്ലിംഗ് ആയിട്ട് മാറി ഈ പോലീസ് ഓഫീസറിൻ്റെ വേഷം. അങ്ങനെ അദ്ദേഹം ചെയ്ത് ബേസ് ചെയ്യുന്ന മീഡിയം നിന്ന് ഹാർഡ് ചെയ്യുന്ന എക്സ്ട്രീം ഹാർഡിലോട്ടൊക്കെ എത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോലീസ് ജോബ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് ആ ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയുണ്ടായിരുന്നു. അങ്ങനെ ഈ എക്സ്ട്രീം ഹാർഡ് വില്ലന്മാരെന്ന് പറയുമ്പം 10 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന വില്ലന്മാരാണ് എക്സ്ട്രീം ഹാർഡ്. അപ്പം ആ പോലീസിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ക്ഷമ എന്നുവെച്ചാൽ നിയമം കയ്യിലെടുക്കാൻ പറ്റാത്ത ഒരു പോലീസ് ഓഫീസറിൻ്റെ നയത്തിൽ അദ്ദേഹം നയിച്ചു കൊണ്ടുപോകണമെന്നൊക്കെ ഇതിൽ റിയലായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അവൻ എനിക്ക് തല്ലിക്കൊള്ളാനുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഒരു പോലീസ് എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചതെന്ന് വെച്ചാൽ ലോയ്ക്ക് കീഴിൽ എന്താണ് പരമാവധി ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. സിനിമ കിടില സിനിമയാണ്. ഒരു തവണയൊക്കെ നല്ല വൃത്തിയെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. വലിച്ചിട്ടുള്ള റണ്ണിങ് ടൈമൊന്നുമില്ല. 1 മണിക്കൂറും 50 മിനിറ്റ് കൊണ്ട് സിനിമ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. വില്ലന്മാരെ എല്ലാം കിടിലം തന്നെയാണ്. പിന്നെ ആക്ഷൻസ് ബ്രൂട്ടൽ ആക്ഷൻസ് അല്ല, സാമാന്യമായിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ്. കാരണം ലളിതമായിട്ടുള്ള ആക്ഷൻസ് എന്നും പറയല്ല, ഒരു മീഡിയം ആക്ഷൻസ്. പക്ഷേ ഉള്ള ആക്ഷൻസ് എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. കിട്ടില്ല ആക്ഷൻ സീക്വൻസ് ആണ്. പിന്നെ ഇവരുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കോമഡിക്ക് വേണ്ടി, അതും നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറിൻ്റെ ജീവിതം ഏറെക്കുറെയൊക്കെ ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആ പോലീസ് വശത്ത് ആ ജോബിൽ നിൽക്കുമ്പം ക്ഷമ മസ്റ്റാണ്. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നുണ്ടെങ്കിലും ആ ക്യാരക്ടറിൽ അദ്ദേഹം പിടിച്ചു വയ്ക്കുന്നുണ്ട്. അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പം സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, കൊറിയൻ കൊറിയൻ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ള സിനിമ. ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ്.